നമുക്കിന്നൊരു ബാച്ചിലേഴ്സ് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അതിനായി ആദ്യം പാൻ എടുക്കുക. പാൻ ചൂടാകുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇത്തിരി പെരിഞ്ചീരകം ഇടണം. പെരിഞ്ചീരകം ഒന്ന് ചൂടാകുമ്പോൾ നമുക്കിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ഇടാം. ഒന്ന് ചതച്ചെടുത്തത് മതി കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതിട്ടിട്ട് 2 സബോള ഇടണം. 2 സബോള നമ്മൾ കുനുകുന അരിയണ്ട, എന്നാലും ഒരു മീഡിയം സൈസിലൊന്ന് അരിഞ്ഞ് സബോള ഒന്ന് അരിഞ്ഞ് ഇട്ടിട്ട് അതൊക്കെ ഒന്ന് വലിയണം. അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കീറിയതിടണം. 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഇത്തിരി ഉപ്പും കൂടി ഇടണം കേട്ടോ. ലേശം ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങോട്ട് പെട്ടെന്ന് മൂത്ത് കിട്ടും. മൂത്ത് കിട്ടി ഇത്തിരി ഇപ്പോൾ നമുക്കിത്തിരി ടൊമാറ്റോ സോസ് ഒഴിക്കാം. ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. പുളിക്കനുസരിച്ച് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഈ നമുക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇടാം. ഇതെല്ലാം ഇടണം കേട്ടോ. മല്ലിപ്പൊടി ഞാൻ സാധാരണ ഇടാറില്ല. മല്ലിപ്പൊടി ഓപ്ഷണലാണ്. മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. ഏറ്റവും കുറവ് ചേരുവകളെ ഇതിലിട്ടിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടാണ്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് ലേശം കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ. അതിപ്പോൾ നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിപ്പോവും. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇടാം. നല്ല വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇടാം കേട്ടോ. ചിക്കൻ ചെറിയ പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് പീസാണ്. നല്ല പെട്ടെന്ന് വെന്തൊക്കെ കിട്ടും. നമുക്കത് കൂടിപ്പോയ ഒരു 3/4 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ചിക്കൻ വെപ്പ് കഴിയും. 3/4 മണിക്കൂറൊന്നും വേണ്ട, അത്രയും പെട്ടെന്ന് തീരുന്ന പരിപാടിയാണ്. ഇതൊക്കെ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. നല്ല രീതിയിൽ ഇളക്കിയെടുത്ത് നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കൂ, ചിക്കനിലുള്ള വെള്ളം എല്ലാം ഇറങ്ങി നല്ല ഗ്രേവി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് അടച്ച് വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് കുറുക്കി വരട്ടെ. ഇനി തുറന്ന് നോക്കുമ്പോൾ റോസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.